രസകരമായിട്ടുള്ള ഒരു കൂടിയിരുത്തമാണിത്. ഏകദേശം നമ്മുടെ തന്നെ സംഘടനയിലെ പുതിയ ആളുകൾക്ക് ഒരു സ്വീകരണ പരിപാടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ട് മാറിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രേയ എംഎസ്, നിങ്ങൾക്കൊക്കെ അറിയാം, ദേശീയ തലത്തിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മളുടെ ഫുട്ബോൾ ക്യാമ്പിലേക്ക് കേരളത്തിൽ നിന്ന് 2 പേർക്ക് അവസരം ലഭിച്ചപ്പോൾ പേരാമ്പ്രക്കാരി ഉണ്ടായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആള് ഈ വേദിയിലുണ്ടായി. പിന്നെ നിങ്ങളുടെ ഒക്കെ ജനപ്രതിനിധിയായി ഈ നാട്ടിൽ നിന്ന് ജയിച്ചു വരാൻ സാധിച്ചതിൽ, ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഇവിടെ എത്താൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതൊരു സ്വീകരണ പരിപാടി ആയതുകൊണ്ട് തന്നെ ആ സ്വീകരണത്തിനുള്ള നന്ദിയും സ്നേഹവും കൂടി ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയം കൊണ്ട് അറിയിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, വ്യാപാര വ്യവസായ സമൂഹം എന്ന് പറയുമ്പോൾ അത് ആ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ്. ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരുടെയും ദൈനംദിന കാര്യങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ചെറുവാങ്ങിയെങ്കിലും എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും സമയങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നാടിനെ നയിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട മേഖലയിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കൊണ്ട് തന്നെയാവണം മുന്നോട്ടുള്ള യാത്ര എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ, നമ്മൾക്ക് കൊണ്ടുവരേണ്ട ചെറുതും വലുതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന രൂപത്തിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം തന്നെ ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളകളിൽ നിന്നൊക്കെ ആളുകളോട് സംസാരിച്ചപ്പോൾ ഞാൻ വായിച്ചത്, ഞാൻ മനസ്സിലാക്കിയത്. ആ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് ഞാൻ എന്റെ ഹൃദയം തുറന്നു വെക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളെയും നിങ്ങളുടെ വിമർശനങ്ങളെയും തീർച്ചയായിട്ടും കേൾക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഞാൻ ബാധ്യസ്ഥയാണ് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കട്ടെ. നിങ്ങൾക്കറിയാം, പേരാമ്പ്ര എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു മണ്ഡലമായിരുന്നു. കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ പേരാമ്പ്ര എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇപ്പം എന്താണ് ഇവിടെ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് ടൂറിസം മേഖലയാണെങ്കിൽ ഈ നാടിന്റെ പ്രത്യേകതകൾ എണ്ണി പറയാൻ മാത്രമുണ്ട്. എന്നാൽ ഇതൊക്കെ ഇപ്പൊ പെരുവണ്ണാമൊഴി ഡാം എന്ന് പറയുമ്പോൾ, കുറ്റ്യാടിപ്പുഴ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഭാഗത്തോ ഒന്നെങ്കിൽ കിടക്കുന്നത് കുറ്റ്യാടിയിലാണ് എന്നുള്ളത് തോന്നലാണ്. പിന്നെ പെരുവണ്ണാമൊഴി എന്ന് പറയുന്നത് പേരാമ്പ്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു. ഈ അടുത്ത ദിവസം ഞാൻ നമ്മുടെ നിയമസഭയിൽ പെരുവണ്ണാമൊഴി വികസന ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയോട് പറഞ്ഞു, ഞങ്ങളുടെ പേരാമ്പ്രയിലെ പെരുവണ്ണാമൊഴി ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ ഡാമുണ്ട്, ഡാമുമായി ബന്ധപ്പെട്ട് റിസർവോയർ ഉണ്ട്, അവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, അവിടെ പൂന്തോട്ടം, പിന്നെ സ്മാരക തോട്ടമുണ്ട്, പിന്നെ അവിടെ ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലവളർത്തൽ കേന്ദ്രം അവിടെയുള്ളത്. ആ മുതലവളർത്തൽ കേന്ദ്രത്തിലെ മുതലകൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഞങ്ങളെ കാണാൻ വന്നാൽ മതി എന്നുള്ള രൂപത്തിലാണ് ഇരിക്കാറുള്ളത്. അപ്പൊ ആ സമയമാണ് പല ആൾക്കാർക്കും അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പൊ പിന്നെ എന്നെ കണ്ടവര് അവിടെ ട്രാൻസ്പോർട്ട് മന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു ബസ്സെങ്കിലും അങ്ങോട്ട് പറഞ്ഞയക്കണം, ആ മുതലകളൊന്ന് കാണണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ഭംഗി എന്ന് പറയുന്നത്, നമുക്ക് ഹിൽ ടോപ്പ് ഉണ്ട്, നമ്മുടെ പെരുവണ്ണാമൊഴിയിലേക്ക് കയറുന്ന നമ്മുടെ ചക്കിട്ടപ്പാറ, അങ്ങനെ മലയോര പ്രദേശമുണ്ട്, നമുക്ക് നല്ല തനത് വയൽ നിറഞ്ഞ നല്ല ഭൂമിയുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ് ഉണ്ട്, നമുക്ക് റിവർ സൈഡ് ഉണ്ട്, നമുക്ക് ആഗ്രാപുഴ ഭാഗങ്ങളിലൊക്കെയുള്ള റിവർ സൈഡ് ഉണ്ട്. അപ്പൊ ഏത് രൂപത്തിൽ നോക്കിയാലും ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഒത്തിരി റിസോഴ്സസ് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അതിനെ കണ്ടെടുത്ത് ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുക, ഈ നാടിനെ എംബാസിഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മുന്നിൽ അനുവദിച്ചിട്ടുള്ള നിങ്ങൾക്ക് സമയം
യഥാർത്ഥത്തിൽ ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരു അംബാസഡർഷിപ്പിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെ നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ നമ്മളിങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ലാസ്റ്റ് ബഡ്ജറ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് പേരാമ്പ്രയിലേക്ക് വരാന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ചെറുതും വലുതുമായിട്ടുള്ള വഴികളാണ്, സ്ട്രെയിറ്റ് റോഡുകളല്ല, സ്ട്രെച്ചുകളല്ല. യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് വിപണി മെച്ചപ്പെടുത്തണമെങ്കിൽ ആദ്യം വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളാണ്, റോഡ് ഫെസിലിറ്റീസ്. എന്തുകൊണ്ട് വാഹനം ഇങ്ങോട്ട് ഓടുന്നില്ല എന്ന് ചോദിച്ചാൽ ആ രൂപത്തിലുള്ള സ്ട്രെച്ചുകൾ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ നമ്മുടെ റോഡുകളെ മെച്ചപ്പെടുത്തിയാൽ, നമ്മുടെ ഇവിടെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ, നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇടപെടലുകൾ അത് എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് പിക്ചർ കൊണ്ടുവന്നാൽ നമുക്ക് ഇത് കേരളത്തിലെ മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് പേരാമ്പ്രയെ മാറ്റാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ ഒത്തിരി സ്വപ്നമാണ് ആളുകളാണ്, നിങ്ങൾ എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നാട്ടിലെ റോഡിന്റേതാണെങ്കിൽ, വിപണികളുടെ കാര്യമാണെങ്കിൽ, പുതിയ വ്യവസായത്തിന്റെ കാര്യമാണെങ്കിൽ, സ്കൂൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രൂപത്തിലുള്ള സജഷനെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. പ്രത്യേകിച്ച് വ്യാപാരികളും വ്യവസായികളുമായിട്ടുള്ള നിങ്ങളുടെ പങ്ക് അതിൽ ചെറുതല്ലാത്തതാണ്. ആ രൂപത്തിൽ ഒരു MLA എന്നുള്ള രൂപത്തിൽ നിങ്ങൾ കാണുക, നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രതിനിധി എന്നുള്ള രൂപത്തിൽ തന്നെ നിങ്ങൾ എന്നെ കണക്കാക്കണം. അങ്ങനെ പരിശോധിക്കാം. ഗവൺമെന്റിന് മുമ്പിൽ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മാറ്റത്തിന് ഈ നാട്ടിലെ ആളുകൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിനെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇഷ്ടംപോലെ ഭൂമികളുണ്ട്. ഈ പേരാമ്പ്രയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഈ ലാൻഡിൽ ഒരു സൈഡിൽ മാത്രമാണ് ആളുകളുടെ താമസം ഉള്ളത്. അല്ലാത്ത വേക്കന്റ് ആയിട്ടുള്ള ലാൻഡുകൾ ഒരുപാട് നമുക്കുണ്ട്. പല നാടുകളിലും അവർക്ക് വേക്കന്റ് ആയിട്ടുള്ള ലാൻഡ് ഇല്ലാത്ത പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേക്കന്റ് ലാൻഡ് നമുക്കുണ്ട്. ഇതൊക്കെ അവൈലബിൾ ആണ്. വ്യവസായ സമൂഹത്തിലൊക്കെ ആളുകൾക്ക് നല്ല പ്രൊജക്ട്സ് കൊണ്ടുവരണമെങ്കിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്താം. അതിന് ജോയിന്റ് ഹാൻഡഡ് ആയിട്ട് ഗവൺമെന്റിൽ നിന്നും അതുപോലെ നിങ്ങളിൽ നിന്നും ഒരു ജോയിന്റ് ഹാൻഡഡ് ആയിട്ടുള്ള പ്രൊജക്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ ഈ സ്വീകരണം അതിനുള്ള ഒരു വലിയ തുറന്ന വാതിലായിട്ട് മാറട്ടെ, ഓപ്പൺ വിൻഡോ ആയിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും